യേശു വരും നിന്നെയും തേടി, അവൻ നിന്റെ നല്ലിടയൻ. അവൻ നിന്റെ മുറിക്കുള്ളിൽ കടന്നു വരും. നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്റെ നടപടിയിൽ നിന്റെ കരം പിടിച്ച് നിന്നോട് കൂടെ അവൻ വരും. നിന്നെ നേരായ പാതയിലേക്ക് കൊണ്ടുപോകുവാൻ, ഇപ്പോഴത്തെ നിന്റെ പാപത്തിന്റെ വഴികളെ വിട്ട് ആമേൻ സ്തോത്രം ഹല്ലേലൂയ നിത്യമായ നിത്യജീവനിലേക്ക് നിന്നെ കൊണ്ടുപോകുവാൻ അവൻ നിന്നെ തേടി വരും. നിന്റെ മുറിക്കുള്ളിൽ അവൻ വെളിപ്പെടും. രാത്രികാലം നിന്റെ മുറിക്കുള്ളിൽ അവൻ വെളിപ്പെട്ട് നിന്നെ സൗഖ്യമാക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. രോഗത്തിൻ പീഡകളാ അസ്ഥികൾ നുറുങ്ങിടുമ്പോൾ, രോഗത്തിൻ പീഡകളാ അസ്ഥികൾ നുറുങ്ങിടുമ്പോൾ, അടുപ്പിണരേറ്റ യേശുവെ നോക്കുക, നിൻവേദനയല്ലോ അവൻ സഹിച്ചു. അടുപ്പിണരേറ്റ യേശുവെ നോക്കുക, നിൻവേദനയല്ലോ അവൻ സഹിച്ചു. കരയരുതേ മനസ്സേ, കലങ്ങരുതേ മകനേ. ഹല്ലേലൂയ. കർത്താവ് പറയുന്നു, സാക്ഷ്യം കേൾക്കുമ്പോൾ തന്നെ ചില രോഗികൾ സൗഖ്യം പ്രാപിക്കാൻ പോകുകയാണ്. സാക്ഷി കേൾക്കുമ്പോൾ തന്നെ സാക്ഷ്യം, കർത്താവിന്റെ ദാസി സാക്ഷ്യം പറയുമ്പോൾ തന്നെ കർത്താവ് ചിലരെ സൗഖ്യമാക്കാൻ പോകുകയാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. ഹല്ലേലൂയ. Thank you for you are our God and God of our salvation, who has blessed us with every spiritual blessing in heavenly places in Christ Jesus. Thank you that you have brought us together today to listen to you, to listen to your word, to listen to your servants. Lord, we pray that even as the servants speak, Lord, let your mercy touch people and change them and transform them, that they may all grow into the image of our Lord Jesus Christ. Blessed be the name of the Lord the Most High. You are a strong tower, and when we come to you, you will not put us to shame, but you will accept us. Therefore, Lord, this evening, for the glory of you, Lord, we have come here to listen to your servants. Even as the word comes, even as the testimony comes, let people listen to it and let them receive healing. Let them receive a transformation in their mind. Let their mind be changed, that they may receive you and accept you and walk in your ways, O Lord. All glory and honor be to you. In Jesus' name I pray. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തെ അറിയാതെ എന്ന ദൈവത്തെ മാത്രം മനസ്സിൽ കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് നടന്നിരുന്ന ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടെ ഒരു ഹിന്ദു കുടുംബം. ഞങ്ങളുടെ കടന്നുപോയിട്ടുള്ള ജീവിതത്തിൻ്റെ അങ്ങേ അറ്റത്തെ കഷ്ടപ്പാടുകളിലൂടെ, വിഷമത്തിലൂടെ, വേദനകളിലൂടെ, നിരാശകളിലൂടെ, ആത്മഹത്യയുടെ വക്കത്ത്, അത് കഴിഞ്ഞിട്ട് വിവാഹമോചനത്തിൻ്റെ വക്കത്ത്, എല്ലാവരാലും വെറുക്കപ്പെടുന്ന, അവജ്ഞയോടെ വീക്ഷിക്കപ്പെടുന്ന, അതും ഒരു നല്ല കുടുംബത്തിൽ പിറന്ന് നാട്ടുകാരൊക്കെ അറിയുന്ന ഞങ്ങൾ ആ ഒരവസ്ഥയിലേക്ക് വന്നിരുന്ന ഒരു വല്ലാത്തൊരു ആഗണി, ആ ഒരവസ്ഥ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുക. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ എങ്ങനെ ദൈവത്തെ അറിഞ്ഞു, എന്താണ് ദൈവം, ആരാണ് ദൈവം, ഏത് രീതിയിലാണ് ദൈവത്തിൻ്റെ ഇടപെടൽ, എങ്ങനെയാണ് ദൈവം നമ്മളെ നടത്തുന്നത്, ഇതെല്ലാം ഞങ്ങൾക്ക് ദൈവം മനസ്സിലാക്കി തന്നു. അത് ഞങ്ങളുടെ സഹോദരങ്ങളായ നിങ്ങൾ എല്ലാവരും, ഓരോരുത്തരും, ജാതി, മത, സഭ ഒരു വ്യത്യാസവും നിങ്ങളെങ്ങനെ അത് അറിയണം, നിങ്ങളെങ്ങനെ അനുഗ്രഹം പ്രാപിക്കണം, നിങ്ങളെങ്ങനെ ദൈവത്തിൻ്റെ കൂടെ നടക്കണം, ഇതിലെല്ലാം ഉപരി നിങ്ങളെങ്ങനെ ഞങ്ങളറിഞ്ഞ ഞങ്ങളുടെ ദൈവത്തിൻ്റെ യേശുവിൻ്റെ സ്നേഹം നിങ്ങളെങ്ങനെ അനുഭവിക്കണം, നിങ്ങളങ്ങേ അറ്റം അനുഭവിക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. അതിനായിട്ട് മാത്രം ഞങ്ങളുടെ ജീവിത സാക്ഷ്യം നിങ്ങളുടെ മുമ്പിൽ തുറക്കുകയാണ്. എല്ലാ മഹത്വം യേശുവിന്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ സ്നേഹത്തിന് മുമ്പിൽ ഒരിക്കൽ കൂടെ നിങ്ങളുടെ എല്ലാം മുമ്പിൽ ഒരു സാക്ഷിയായി ദൈവം എന്നെ നിർത്തിയതിന് കർത്താവിന് ഞാൻ എല്ലാ ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ നിന്നും സ്തോത്രം ചെയ്യുന്നു. അനേക സാക്ഷ്യങ്ങൾ
പലയിടങ്ങളിലും കർത്താവ് എന്നെ ഉപയോഗിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്നിവിടെ ഒരു പ്രത്യേക അന്തരീക്ഷം, ദൈവത്തിൻ്റെ സ്നേഹം കടന്നു വന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷം എനിക്ക് അനുഭവിക്കാൻ പറ്റി. എന്തുകൊണ്ടാണെന്നറിയില്ല, എൻ്റെ സ്വന്തം നാട്ടിൽ തന്നെ ദൈവം എന്നെ ഇങ്ങനെ ഉയർത്തി നിർത്തുന്നതിന് കർത്താവിന് ഞാൻ 1000 നന്ദി പറയുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന പലർക്കും ഒരുപക്ഷെ എന്നെ പരിചയം കാണും, പക്ഷേ ചിലർക്കെങ്കിലും അറിയാത്തതായി കാണും. അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ പേര് മായ. ഞാൻ കൊല്ലം SN കോളേജിൽ സുവോളജി ജന്തുശാസ്ത്ര വിഭാഗത്തിൽ അധ്യാപികയാണ്. എൻ്റെ ഭർത്താവ് ശിവകുമാർ ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. ജെറോം നഗറിൽ ഓഫീസ് ഇട്ടിരിക്കുന്നു. കളക്ടറേറ്റിനടുത്തുള്ള കുമാർ ആശുപത്രി നടത്തിയ ഡോക്ടർ കുമാരദാസാണ് എൻ്റെ അച്ഛൻ. ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ച് കർത്താവിനെ അറിയാതെ എൻ്റെ ചെറുപ്പകാലം കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. ഞാൻ ജനിച്ച വീട്ടിൽ എനിക്കൊന്നിനും കുറവുണ്ടായിരുന്നില്ല. അച്ഛനമ്മമാരുടെ സ്നേഹവും സാമ്പത്തികമായി ബുദ്ധിമുട്ടില്ലാത്ത ഒരു കുടുംബാന്തരീക്ഷവും എല്ലാവിധത്തിലും സ്വസ്ഥതയും സമാധാനവും സന്തോഷവും നിറഞ്ഞു നിന്ന ഒരു കുടുംബത്തിൽ ഞാൻ വളർന്നു. എൻ്റെ അച്ഛനമ്മമാരെന്നെ വിദ്യാഭ്യാസമൊക്കെ ചെയ്യിച്ചു, ജോലിയായി, എൻ്റെ വിവാഹം കഴിഞ്ഞു. അത്രയും നാൾ സത്യം പറഞ്ഞാൽ എനിക്ക് ദൈവത്തിനെ ആവശ്യമുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ എല്ലാം ദൈവം തന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ദൈവത്തിനെ തേടിയില്ല. പക്ഷേ വിവാഹം കഴിഞ്ഞ് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ വിവാഹ ജീവിതവും എനിക്ക് സന്തോഷകരമായിരുന്നു. കാരണം എൻ്റെ അപ്പച്ചിയുടെ മകൻ മുറച്ചെറുക്കൻ തന്നെയാണ് എന്നെ കല്യാണം കഴിച്ചത്. പുതിയൊരു വീട്ടിലേക്ക് പോവുകയോ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയോ ഒന്നും ഞാൻ ചെയ്യേണ്ടി വന്നില്ല. പക്ഷെ വിവാഹം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ഗതി മാറാൻ തുടങ്ങി. ആദ്യം അതെന്താണെന്ന് പോലും എനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. ജോലിയുടെ ഭാഗമായി ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് സിമ്പൽ പോലെ അദ്ദേഹം കൂട്ടുകാരൊത്ത് ചെറുതായിട്ട് മദ്യപിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിരുന്നില്ല. പക്ഷേ എനിക്ക് 2 കുഞ്ഞുങ്ങൾ ജനിച്ച് രണ്ടാമത്തെ മകൻ ജനിച്ച സമയത്താണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ പ്രകടമായ വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങിയത്. കുറേശ്ശെയൊക്കെ മദ്യപാനം ചെയ്തിരുന്ന അദ്ദേഹം അമിതമായി മദ്യപിക്കാനും ബോധം കെട്ട് വീട്ടിൽ വരാനും തുടങ്ങി. അപ്പോഴൊക്കെ ഇതെന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത്രയും എന്നെ സ്നേഹിച്ചുകൊണ്ടിരുന്ന ആള് കുടുംബത്തിൽ, എൻ്റെയും അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൽ ആണായി, കുടുംബങ്ങളുടെ 2ൻ്റെയും നെടുന്തൂണായി വളരെ എഫിഷ്യൻ്റായി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന ആൾ പെട്ടെന്നിങ്ങനെ ഒന്നും ചെയ്യാത്ത, ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത, മദ്യപാനത്തിന് അടിപെട്ട് പോയ ഒരു സ്വഭാവമായി മാറിയത് എന്തുകൊണ്ട് എന്നതെനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. മദ്യപാനം തുടർന്നുകൊണ്ടേയിരുന്നു.